വയനാട് തിരുനെല്ലിയിൽ ലീഗ് കോൺഗ്രസ് പ്രവർത്തകരെ തടഞ്ഞ് ഉന്നതി നിവാസികൾ. നെടുന്തല ഉന്നതിയിൽ രാത്രിയിലെത്തിയ പ്രവർത്തകരെയാണ് ഉന്നതി നിവാസികൾ തടഞ്ഞത്. വോട്ട് ചോദിക്കാനായി രാത്രിയിൽ ഉന്നതിയിൽ കയറരുതെന്ന് ഊരുമൂപ്പൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞെങ്കിലും അവഗണിച്ചെന്നാണ് ആരോപണം. ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു, നമുക്ക് കാണാം. ഇവിടെ ഒന്നില്ലാണ്ട് നിങ്ങൾ എന്തിനു വെറുതെ വന്ന് ഇറങ്ങുന്നത്? അല്ല ഇവിടെ കൂലിപ്പണി എടുത്തിട്ട് പിന്നെ രാവ് പകല് കുളങ്ങി പോയി കൂലിപ്പണി എടുത്തിട്ട് വന്നിട്ട് ഒരു സൈഡ് ആയിക്കോട്ടെ ഇവിടെ നിന്നിട്ട് നമ്മൾ ജീവിക്കുന്നവരാ. ഇവരുടെ പൈസ ഉണ്ട്, ഇവിടെ ദുബായ് പൈസ, അതുകൊണ്ട് വിലസുന്നുണ്ട്. നമുക്ക് അങ്ങനെ പറ്റൂല. നമ്മൾ അഡ്ജസ്റ്റ് ആയിട്ട് ഒരു ദിവസം പണിയെടുത്ത് ഞങ്ങൾ ജീവിക്കുന്നവരാ. നമുക്ക് വേണ്ടപ്പെട്ട ഒരു മാറ്റം നമുക്ക് വന്നാൽ മതി. ദീപക് മോഹനുണ്ട്. ദീപക് മോഹൻ, ലീഗ് കോൺഗ്രസ് പ്രവർത്തകരെയാണ് ഈ ഉന്നതി നിവാസികൾ തടഞ്ഞത്. എന്താണ് യഥാർത്ഥത്തിലുള്ള കാരണം? ഈ ഊരുമൂപ്പൻ രാത്രിയിൽ വോട്ട് ചോദിച്ചു വരരുത് എന്നത് തടഞ്ഞത് കൊണ്ടാണോ? തടഞ്ഞിട്ടും അവർ വന്നതാണോ അവരെ പ്രകോപിപ്പിക്കാനുള്ള കാരണം? അരുൺകുമാർ, നമുക്ക് കാണാം, ഇതൊരു പ്രതിഷേധമാണ്. തിരുനെല്ലി, അതായത് മാനന്തവാടി തിരുനെല്ലിയിലെ 6ാം വാർഡായ നെടുന്തന എന്ന ആദിവാസി ഉന്നതിയിൽ ഏകദേശം 99ഓളം വീടുകളിലായി 300-ലധികം വോട്ടർമാരുണ്ട്. ഇന്നലെ രാത്രിയോടുകൂടി ഈ മേഖലയിലേക്ക് ലീഗ് കോൺഗ്രസ് പ്രവർത്തകർ എത്തുകയും രാത്രിയിൽ ഇവിടെ മദ്യം വിളമ്പുന്നു എന്നൊക്കെ ആരോപിച്ചാണ് ഇവിടെ എത്തിയത്. അതിനെ തുടർന്ന് ആ കോളനിയിലെ ആ ഉന്നതിയിലെ ഊരുമൂപ്പൻ തടഞ്ഞ ദൃശ്യങ്ങളാണ്. ഇപ്പോൾ ഊരുമൂപ്പൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇദ്ദേഹമാണ് നമ്മൾ കണ്ട ദൃശ്യത്തിലെ നീല കോട്ടിട്ട ആള്. ഇന്നലെ എന്താ സംഭവിച്ചത് മൂപ്പ? ഇന്നലെ രാത്രിക്ക് ലീഗുകാരും UDF-കാരും വന്നിട്ട് കള്ളും പിന്നെ പണവുമായി കോളനി കയറാൻ ശ്രമിച്ചപ്പോൾ നമ്മളെ കോളനി ഉന്നതികളിലുള്ള കുട്ടികൾ അത് പിന്നെ തടഞ്ഞു വെച്ച ശേഷം അത് പിന്നെ എല്ലാം പിന്നെ ലീഗുകാരും പിന്നെ UDF-കാരും വന്നിട്ട് അത് എല്ലാം ഗുണ്ടൈസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കോളനിയിൽ എല്ലാവരും വന്നു. അരുൺകുമാർ, അതായത് ഇന്നലെ രാത്രി എത്തിയ സമയത്ത് 2 വർഷം മുൻപ് ഒരാൾ മരിച്ചിട്ടുണ്ട് ഇവിടെ. അയാളുടെ മകളോട് ഇന്നലെ ചോദിച്ചു, നിങ്ങളുടെ അച്ഛന് സുഖമാണോ എന്ന്. ആ സ്ത്രീയാണിത്. ഇന്നലെ എന്താ ചേച്ചി ഉണ്ടായത്? എന്താ സംഭവിച്ചത്? ഇന്നലെ അവര് കള്ളും കൊണ്ടുവന്ന് ഇവിടെ ആൾക്കാർക്ക് വോട്ടിന് വേണ്ടിട്ട് കൊടുക്കലാണ്. പൈസയും കള്ളും കൊടുത്തിട്ടാണ് ഒരു വോട്ട് ചോദിക്കല്. വേണുവേട്ടൻ എവിടെയാന്ന് ചോദിച്ചോ? വേണോട്ടന് ചോദിച്ചായിരുന്നു. വേണോട്ടൻ മരിച്ചിട്ട് 2 വർഷമായി. കഴിഞ്ഞ കൊല്ലം വന്ന് ചോദിച്ചായിരുന്നു. ഈ കൊല്ലം രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന സമയത്ത് ഇതുപോലെ ചോദിച്ചു, ഇതേമാതിരി ചോദിച്ചിരുന്നു. ഇന്നലെ വന്നും ചോദിച്ചിരുന്നു. വേണോട്ടൻ എവിടെ വോട്ട് ചോദിക്കാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, വേണോട്ടൻ മരിച്ച കാര്യം നിങ്ങൾക്ക് അറിയില്ല. വേണോട്ടൻ മറ്റേ 2 വർഷങ്ങളായി കോളനിയിൽ വന്നാലല്ലേ വേണു മരിച്ചതാണോ ഉള്ളതാണെന്ന് അറിയുള്ളൂ. ഇതൊന്നും അവർക്ക് അറിയുന്നില്ല. നമുക്കെല്ലാം സഹായം ഉള്ളത് നമ്മൾ മാസ്ക് മാത്രമേ ഉള്ളൂ. ഇവര് കോളനി കാണുന്ന വോട്ടിന് മാത്രമാണ് വന്നിട്ട് കോളനി കാണുന്നത്. നമുക്ക് വെള്ളമില്ലെങ്കിൽ ഒരു റോഡ് സൗകര്യം എല്ലാം നമ്മൾ മാർക്കറ്റ് മാത്രമാണ് ഉണ്ടാക്കി തന്നത്. ഇവർ ഇത്രയും വർഷമായിട്ട് നമുക്കൊന്നും ഉണ്ടാക്കി തന്നിട്ടില്ല. അരുൺകുമാർ, അതായത് ഇവർ പറയുന്ന കാര്യം വളരെ ഗൗരവമായ കാര്യമാണ്. കാരണം ഇന്നലെ രാത്രിയോട് കൂടിയാണ് മുസ്ലിം ലീഗ് കോൺഗ്രസ് പ്രവർത്തകർ ഈ ഉന്നതിയിലെത്തുകയും ഇവരടുത്ത് മദ്യം എത്തിക്കുകയും ചെയ്തു എന്നാണ് ഇവർ പറയുന്നത്. ഇത് ഈ ഉന്നതിയിലെ ഒരു PhD വിദ്യാർത്ഥിയാണ്. എന്താണ് ഇനി ഇന്നലെ സംഭവിച്ചത്? രാത്രി ഇന്നലെ ഏകദേശം ഒരു 9 മണിയോട് കൂടിയാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഞങ്ങൾ അവിടെ കുറച്ച് മദ്യപിക്കാത്ത അല്ലെങ്കിൽ കുറച്ച് യുവാക്കളായ ആൾക്കാർ അവിടെ ഇരിക്കുന്ന നേരത്ത് കുറേ വണ്ടികൾ ഇവിടെ വന്ന് പോകുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ഞങ്ങൾക്ക് ഈ സിറ്റുവേഷൻ ഇതെങ്ങനെ മോശമുണ്ടെന്ന് തോന്നിയപ്പോൾ കൊണ്ടാണ് ഞങ്ങളെ മദ്യം എത്തിച്ചോ? എന്താ സംഭവിച്ചത്? മദ്യം എത്തിക്കാനുള്ള ഇടങ്ങൾ 2-3 ദിവസമായി തന്നെ ഇവിടെ പല തരത്തിലുള്ള മദ്യം കൊടുത്തും പണം കൊടുത്തും സ്വാധീനിക്കാനുള്ള ശ്രമം പലയിടത്തും നടക്കുന്നുണ്ട് എന്നുള്ള പലയിടത്തും ഇതുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് അവിടെ ഇരിക്കുന്ന നേരത്ത് ഒരുപാട് വണ്ടികൾ ഇങ്ങനെ വന്നു. അപ്പോൾ ഞങ്ങൾക്ക് അത് ഇവിടെ മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞങ്ങൾ അവരെ വിളിച്ചത്. അന്നാണ് നമ്മളെ ഇപ്പോൾ മത്സരിക്കുന്ന വാർഡ് മെമ്പറും പിന്നെ കുറച്ച് ആൾക്കാർ അതിൽ പ്രതിഷേധമാണോ? അതിൽ പ്രതിഷേധം നടത്താണ്. ഇന്നലെ ആ വീഡിയോയിലുള്ള ആള് നിങ്ങളാ? ഇന്നലെ ആ സമയത്ത് എന്താ സംഭവിച്ചത്? എത്ര ആൾക്കാർ വന്നു? എന്താ അവര് പറയുന്നത്? അവരെന്ന് പറഞ്ഞാൽ അവര് നമ്മളെ മദ്യം കഴിച്ച് നമ്മളെ പാർട്ടികളെ കൊണ്ട് മദ്യം കൊട്ടാന്നെന്നും പറഞ്ഞിട്ടാണ് അവര് പ്രശ്നമുണ്ടാക്കിയത്. അരുൺകുമാർ, അതായത് അതിൽ പ്രതിഷേധിച്ചാണ് ഇന്നിവരിപ്പോൾ തോൽപ്പെട്ടിയിലേക്ക് ഈ ഉന്നതിയിലുള്ള ആളുകൾ പ്രതിഷേധ ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത്. ലീഗ് കോൺഗ്രസ് പ്രവർത്തകരോട് വോട്ട് ചോദിക്കാൻ എത്തുന്നതൊക്കെ സ്വാഭാവികമാണ്. ബാക്കിയുള്ള കാര്യങ്ങളിലെ അസൗകര്യം അവർക്ക് നേരിട്ടിട്ടുണ്ടെങ്കിൽ അതാണ് അവർ പ്രതിഷേധമായിട്ട് അറിയിക്കുന്നത്. വോട്ട് ചോദിക്കാനൊക്കെ ചെല്ലുന്നതിൽ എന്താ കുഴപ്പം?